അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മുടെ ഈ ഖുർആൻ പാരായണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കി അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഏതായാലും പ്രിയപ്പെട്ട എൻ്റെ പഠിതാക്കൾ, നിരവധി ആളുകൾ ഓതിത്തരുമ്പോൾ പലവട്ടം ആവർത്തിച്ച് തെറ്റ് കൂടാതെയാണ് നിങ്ങൾ ഓതിത്തരേണ്ടത് എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് 50-ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ ഹാഖ ആണ് നമ്മൾ ഓതുന്നത്. അത് 36-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തആമുൻ ഇല്ലാ മിൻ ഇസ്ലീൻ. ഇവിടെ വലാ തആമുൻ എന്നോടത്ത് തആമുൻ എന്നോതാതെ ത്വ. വലാ തആമുൻ ഇല്ലാ മിൻ ഇസ്ലീൻ. തൻവീൻ ലമ്മിൻ്റെ ശേഷം ഈന വന്നത്, അത് ഇൽഹാറാണ്, മണിക്കൂല. സാക്കിനായ നൂനിൻ്റെ ശേഷം ഓയിനാണ് വന്നത്, ഇൽഹാറാണ്, മണിക്കൂല. വ്യക്തമാക്കി ഓതണം. നമ്മൾ പഠിച്ചിക്കണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഖുർആൻ കേൾക്കുന്ന ആളുകൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പറിൽ എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാതിഊൻ. ഇവിടെ കണ്ട മദ് നീട്ടാനുണ്ട് കേട്ടോ. ല യഅ്കുലുഹു എന്നോതരുത്. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാതിഊൻ. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ. ഫലാ നീട്ടം മദ്ദുണ്ട് കേട്ടോ. വമാ ലാ തുബ്സിറൂൻ. വമാ ലാ തുബ്സിറൂൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. സദ്ദല്ല നൂണ് മണിക്കണം. ഒന്ന് മണിച്ചു നോക്കിയേ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ മണിക്കുക. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇവിടെ മണിക്കണം. തൻവീൻ കസറിൻ്റെ ശേഷം ക എന്നുള്ള അക്ഷര വന്നത്, കാഫാണ് വന്നത്. അപ്പോൾ ഇഖ്ഫ ആണ്. ഇഖ്ഫ ചെയ്ത് നല്ല മണിച്ച് ഓതണം കേട്ടോ. നമ്മൾ പഠിച്ചിക്കണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലം മാ തുഅ്മിനൂൻ. ഇവിടെ എന്തിനാണ് നിർത്തിയത്? ജീമുണ്ട് ഇവിടെ കണ്ടോ. അത് നിർത്താ എന്നാ വഖഫ്. നമുക്ക് എന്താണ് നിയമം ശരിക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നിർത്താതി മോദ. അപ്പോഴോ വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. ഉണ്ടോ? ശാഇരിൻ ഖാഫ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. ഇഖ്ഫാഇന് 15 അക്ഷരങ്ങൾ ഉണ്ട്, നമ്മൾ പഠിച്ചല്ലോ. നമ്മൾ ഗ്രൂപ്പിലൂടെ വളരെ വ്യക്തമായി പഠിച്ചു. സംശയങ്ങളൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു. അത് പഠിച്ചിരിക്കണ്. അപ്പം നിങ്ങൾ മണിച്ചോതി തരണം. ഷാഇരിൻ ഖലീലൻ. ഉണ്ടോ? ഷാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. ശരി.
വലാ ബിഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. ഇവിടെ നിർത്തുന്നില്ലെങ്കിലോ കാഹിനിൻ ഖലീലം മാ തദക്കറൂൻ. ഉണ്ടോ? തൻവീൻ കസറിൻ്റെ ശേഷം ഖാഫാണ് വന്നത്. ഇതേ നിയമമാണ് ഇവിടെ. ഓക്കെ, അടുത്തത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഉണ്ടോ? തൻ സാക്കിനായ നൂനിൻ്റെ ശേഷം ജാ വന്നു, സീന്ന് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം, നല്ലോണം മണിച്ചോദനം. തൻസീലും മി ഇവിടെ മണിക്കണം. മിർ റബ്ബി ഇവിടെ മണിക്കൂല. സാക്കിനായ നൂനിൻ്റെ ശേഷം റാ വന്നത്. റാ ഓ ലാമോ ഇങ്ങനെയുള്ള നൂനിൻ്റെ ശേഷം ലാമോ റാ ഓ വന്നാൽ മണിക്കൂല. ഇത് ആമുൻ ബിലാവുന്നയാണ്. അപ്പോൾ എങ്ങനെ ഓതുക? ഇവിടെ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ഇവിടെ ശ്രദ്ധിക്കണം. ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ എന്നാണ്. ഇവിടെ ലഅഖദന എന്ന് ഓതാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ثم لقطعنا منه الوتين. ثم ലഖതഅനാ മിൻഹുൽ വതീൻ. ഇവിടെയുള്ള ഈ അലിഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. ചിലോള് മിൻഹു അൽ വതീൻ എന്നൊക്കെ ഓതി തരുന്നുണ്ട്. അതെന്താ അതിൻ്റെ ലിപി മനസ്സിലാവായിട്ടാ, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അങ്ങനെ ഓതുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഓതി തരുമ്പോഴുള്ളൂ തെറ്റ് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. فما منكم من أحد عنه حاجزين. ഇവിടെ കണ്ടോ? ഫമാ മിൻകു കാഫ് ഇഖ്ഫാ ആണ്, മണിച്ചോദനം. മിൻ അഹദി മിൻ അ ഈ ഉണ്ടോ? മിൻ സാക്കിനായ നൂനിൻ്റെ സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനേ. ഈ നൂനിൻ്റെ ശേഷം ആ വന്നു, അപ്പോൾ ഇൽഹാറാണ് മണിക്കൂല. മിൻ അഹദിൻ. തെൻവീൻ കസറിൻ്റെ ശേഷം ആ വന്നു, ഇൽഹാറാണ് മണിക്കൂല. അംസ് ഹാ ഐന് ഹാ ഒയിന് ഹാ, അത് ഈ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അത് നമ്മൾ പ്രത്യേകം പഠിച്ചേക്കണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. മിൻ അഹദിൻ അൻഹു ഹാജിസീൻ വഇന്നഹു ലതദ്കിറത്തുൽ ലിൽ മുത്തഖീൻ. വഇന്നഹു ലതദ്കിറത്തുൽ ലിൽ മുത്തഖീൻ. തുൻലി ഇവിടെ മണിക്കൂല, തുൻലി മണിക്കൂല. എന്തേ കാരണം? ഇത് ആമും ബിലാവുന്നെയാണ്. തെൻവീൻ ലൊമ്മിൻ്റെ ശേഷം ലാമാണ്. ലാമോ റാ ഓ വന്ന മണിക്കൂല. വഇന്നാ ലനഇലമു അന്ന മിൻകും മുകദ്ദിബീൻ.
الْمُكَذِّبِينَ وَإِنَّهُ لَحَسْرَةٌ عَلَى الْكَافِرِينَ وَإِنَّهُ لَحَسْرَةٌ عَلَى الْكَافِرِينَ എല്ലാ തൻവീൻ ഒമ്മുകളെയും, ഇതാണ് തൻവീൻ ഒമ്മ്, ഇത് കണ്ടോ, ഇതാണ് തൻവീൻ ഒമ്മ്, ഇതാണ് തൻവീൻ കസർ, ഇതാണ് തൻവീൻ ഫതഹ്, ഇതാണ് സാക്കിനായ നൂന്. ഇങ്ങനെ വരുമ്പോഴൊക്കെ നിയമങ്ങളുണ്ട് എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിക്കണ്, പറഞ്ഞു തന്നിക്കണ്, ശ്രദ്ധിക്കണം. അപ്പോൾ വഇന്നഹു ലഹസ്റത്തുൻ അലൽ കാഫിരീൻ വഇന്നഹു ലഹഖുൽ യഖീൻ വഇന്നഹു ലഹഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. ഇവിടെ ഫസബ്ബിഹ് എന്നാവരുത്, ഫസബ്ബിഹ് ബിസ്മി ബി ഇസ്മി എന്ന് ഓതി തരരുത്. ഇത് ഈ നല്ല കേട്ടോ, ഇത് ബിസ്മി എന്ന് അവിടെ ഓതുക, ബിസ്മി ബിസ്മി. അപ്പോൾ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. പഠിച്ചവനെ, ഞങ്ങളെ പരിശ്രമം നീ വിജയിപ്പിക്കണം റബ്ബേ, പഠിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റബ്ബേ, തജ്വീദ് അനുസരിച്ച് പഠിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക 94 95 08 08 57 എന്നിൽ വാട്സപ്പ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.